If the HCF of 65 and 117 is expressible in the form 65m minus 117, then the value of m is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാം. HCF of 65 and 117 is expressible in the form 65m minus 117. അപ്പോൾ ആദ്യം നമുക്ക് 65ൻ്റെയും 117ൻ്റെയും HCF കണ്ടുപിടിക്കാം. അതിനായിട്ട് രണ്ടും ഫാക്ടറൈസ് ചെയ്യണം. 65 5 ആയിട്ട് ചെയ്യാം. 6ൽ 5 1 ടൈം, 1 ബാലൻസ്, 15ൽ 5 3 ടൈംസ്, 13ൽ 13 1 ടൈം. 117 ഫാക്ടറൈസ് ചെയ്യാം. 3 ആയിട്ട് നോക്കാം. 11ൽ 3 3 ടൈംസ്, 2 ബാലൻസ്, 27ൽ 3 9 ടൈംസ്, 3ൽ 3 1 ടൈം, 9ൽ 3 3 ടൈംസ്, 13ൽ 13 1 ടൈം. 65 ഈക്വൽസ് ടു 5 ഇൻറ്റു 13. 117 ഈക്വൽസ് ടു 3 ഇൻറ്റു 3 ഇൻറ്റു 13. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് 13 ആണ്. സോ HCF ഓഫ് 65 and 117 is 13. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് 65ൻ്റെയും 117ൻ്റെയും HCF 13 ഈക്വൽസ് ടു 65m മൈനസ് 117 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 65m ഈക്വൽസ് ടു 13 പ്ലസ് 117 എന്ന് എഴുതാം. 13 പ്ലസ് 117 ഈസ് 130. m equals to 130 by 65 equals to 2. എമ്മിൻ്റെ വാല്യൂ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. The zeros of the quadratic polynomial x square plus 99 x plus 127 are. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിൻ്റെ സീറോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതോ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണോ, രണ്ടും ഈക്വൽ ആണോ എന്നൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത്. നോക്കാം നമുക്ക്. x square plus 99x plus 127. Sum of zeros alpha plus beta equals to negative b by a, and product of zeros alpha into beta equals to c by a. ഈ ഫോർമുലാസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ a ഈക്വൽസ് ടു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 1, b ഈക്വൽസ് ടു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 99, and c ഈസ് the constant that is 127. Alpha plus beta equals to negative b by a, negative 99 by 1 equals to negative 99, and alpha into beta equals to c by a that is 127 by 1 equals to 127. ഇവിടെ നമുക്ക് സം ഓഫ് സീറോസ് നെഗറ്റീവ് 99 ആണ് കിട്ടിയിട്ടുള്ളത്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് പോസിറ്റീവ് 127 ആണ് കിട്ടിയിട്ടുള്ളത്. പ്രോഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ 2 സീറോസും നെഗറ്റീവോ അതല്ലെങ്കിൽ 2 സീറോസും പോസിറ്റീവോ ആയിരിക്കണം. അതായത് -2 ഇൻറ്റു -3 ആണെങ്കിലും നമുക്ക് പോസിറ്റീവ് 6 കിട്ടും. 2 ഇൻറ്റു 3 ആണെങ്കിലും നമുക്ക് പോസിറ്റീവ് 6 ആണ് കിട്ടുന്നത് ആൻസർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് സം ഈസ് നെഗറ്റീവ് and product is positive, so both zeros are negative. Option B is the correct answer. മനസ്സിലായല്ലോ? The value of k for which the system of equations 3x minus ky equals to 7 and 6x plus 10y equals to 3 is inconsistent is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷൻ ഇല്ല അല്ലേ? ഒരു സൊല്യൂഷനെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. ഇവിടെ ഇൻകൺസിസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദർ ഈസ് നോ സൊല്യൂഷൻ. അങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ലൈൻസ് പാരലൽ ആയിരിക്കും. അപ്പോൾ a1 by a2 ഈസ് ഈക്വൽസ് ടു b1 by b2 ഈസ് നോട്ട് ഈക്വൽസ് ടു c1 by c2. ഈ 2 ഇക്വേഷൻസ് നമുക്കൊന്ന് ഇങ്ങോട്ട് എഴുതാം. 3x minus ky equals to 7, 6x plus 10y equals to 3. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെയുടെ വാല്യൂ ആണ്. ഇവിടെ a1 is 3, b1 is negative k, c1 is 7, a2 is 6, b2 is 10, c2 is 3.
അപ്പോൾ ഇത് പാരലൽ ലൈൻസ് ആവുമ്പോൾ A1/A2 ഈസ് ഈക്വൽസ് ടു B1/B2. A1 ഈസ് 3/6 ഈക്വൽസ് ടു B1 ഈസ് -K/10. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 10 ഈസ് 30. -K × 6 ഈസ് -6K. K ഈക്വൽസ് ടു 30/-6 ഈക്വൽസ് ടു 30ൽ 6 5 ടൈംസ്, 6ൽ 6 1 ടൈം. -5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. If the roots of a quadratic equation are equal, then the discriminant is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രിമിനന്റ് b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. b² - 4ac is smaller than 0. There is no real roots. b² - 4ac equals to 0. Then 2 equal roots. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ഈക്വൽ. അപ്പോൾ ഡിസ്ക്രിമിനന്റ് ഈക്വൽസ് ടു 0 ആയിരിക്കും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ടേം ഓഫ് ദ AP 9, 11, 13, 15. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു AP തന്നിട്ടുണ്ട്. APയുടെ നെക്സ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9, 11, 13 and 15 ആർ ദ ടേംസ് വിച്ച് ഇസ് ഗിവൺ. നെക്സ്റ്റ് ടേം ഓഫ് ദ AP. അതിനായിട്ട് നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. A2 - A1 ഈക്വൽസ് ടു 11 - 9 ദാറ്റ് ഈസ് 2. ലാസ്റ്റ് ടേമിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുത്ത ടേം കിട്ടും. 15 + 2 ഈസ് 17. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Arnav has 40 cm long red and 84 cm long blue ribbon. He cuts each ribbon into pieces such that all pieces are of equal length. What is the length of each pieces? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 40 സെന്റിമീറ്റർ ലെങ്ത്തിലും 84 സെന്റിമീറ്റർ ലെങ്ത്തിലുള്ള റിബൺ ഒരേ മെഷർമെന്റിൽ കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് 40 ഫാക്ടറൈസ് ചെയ്യാം. 2 ആയിട്ടാകുമ്പോൾ 20, വീണ്ടും 2 ആയിട്ട് ചെയ്യാം. 10, 2 ആയിട്ട് 5, 5ൽ 5 1 10. ഇനി 84ഉം ഫാക്ടറൈസ് ചെയ്യാം. 2 ആയിട്ട് തന്നെ ചെയ്യാം. 4, 2, 2 ആയിട്ട് ചെയ്യാം. 2, 1. ഇനി 3 ആയിട്ട് ചെയ്യാം. 7 ടൈംസ്, 7ൽ 7 1 10. 40യുടെ ഫാക്ടേഴ്സ് 2 × 2 × 2 × 5. 84ൻ്റെ ഫാക്ടേഴ്സ് 2 × 2 × 3 × 7. കോമൺ ആയിട്ട് നമുക്കിവിടെ 2 2 ആണ് കിട്ടുന്നത്. സോ HCF ഈക്വൽസ് ടു 2 × 2 ഈക്വൽസ് ടു 4. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. If P and Q are natural numbers and P is the multiple of Q, then what is the HCF of P and Q? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. P and Q are 2 natural numbers and P is the multiple of Q. That means P equals to some number multiplied by Q. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. വേറെ കാൽക്കുലേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു നമ്പർ മറ്റേ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. അതിലെ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കും HCF. ആ ഒരു റൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നോക്കാം. P ഈക്വൽസ് ടു സം നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ Q. അപ്പോൾ Q ആയിരിക്കുമല്ലോ ഇതിലെ സ്മോൾ നമ്പർ ഏതോ ഒരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് P കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? Q. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് LCM ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും LCM. അപ്പോൾ നമ്മുടെ ആൻസർ P ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. 3 and 15 are the 2 numbers. 15 is a multiple of 3. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ LCM എന്തായിരിക്കും? 15 ആയിരിക്കും. HCF എന്തായിരിക്കും? 3 ആയിരിക്കും. 2 നാച്ചുറൽ നമ്പേഴ്സ് ഒരു നമ്പറും മറ്റേ നമ്പറിന്റെ മൾട്ടിപ്പിൾ കൂടെ ആണെങ്കിൽ നമുക്ക് HCF ആയിട്ട് എടുക്കേണ്ടത് അതിലെ ചെറിയ നമ്പറും LCM ആയിട്ട് എടുക്കേണ്ടത് അതിലെ വലിയ നമ്പറും. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ MCQ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ എഴുതാലോ. ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ് ഈസ് 553, then their HCF is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല.
രണ്ട് കോപ്രൈം നമ്പേഴ്സിൻ്റെ HCF എപ്പോഴും 1 ആയിരിക്കും. എങ്ങനെയാണ് അത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിൻ്റെ കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉണ്ടായിരിക്കൂ. അതായത് ലെറ്റ് A and B ആർ ദ കോപ്രൈംസ്. എയുടെ ഫാക്ടേഴ്സ് 1 into A, ബിയുടെ ഫാക്ടേഴ്സ് 1 into B. ഇതിൽ കോമൺ ഫാക്ടറായിട്ട് 1 ആണുള്ളത്. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണല്ലോ നമ്മുടെ HCF ഈക്വൽസ് ടു 1 and LCM equals to 1 into A into B, that is AB. എപ്പോഴും നമുക്ക് കോപ്രൈംസിന്റെ HCF ചോദിച്ചു കഴിഞ്ഞാൽ 1 ആയിരിക്കും ആൻസർ. അതിന്റെ LCM ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് തന്നിട്ടുള്ളത് 553 ആണ്. ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് HCF ചോദിച്ചത് കൊണ്ട് ആൻസർ 1 ആണ്. LCM ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആൻസർ 553 ആയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടി ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കോപ്രൈം നമ്പേഴ്സ് എടുക്കാം, 4 and 5. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കോമ്പോസിറ്റ് നമ്പേഴ്സ് വരാം, പ്രൈം നമ്പേഴ്സ് തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ രണ്ട് നമ്പേഴ്സും ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 4 ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 into 2 into 1. 5 ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 5 into 1. കോമൺ ആയിട്ട് 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് HCF 1 എന്ന് എഴുതാം. LCM 2 into 2 into 5, that is 20. 4 into 5 is 20. കോപ്രൈം എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. കോപ്രൈം നമ്പേഴ്സിന്റെ LCM എപ്പോഴും ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. HCF എപ്പോഴും 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? The LCM of two numbers is 1200. Which of the following cannot be their HCF? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് നമ്പേഴ്സിന്റെ LCM 1200 ആണ്. അതിന്റെ HCF ആവാൻ സാധ്യത ഇല്ലാത്തത് ഈ ഓപ്ഷനിൽ ഏത് നമ്പർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 1200 നമുക്ക് ഈ ഓരോ നമ്പേഴ്സുമായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1200ന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് HCF ആയിരിക്കും എന്ന് പറയാം. ഈ സീറോസ് കട്ട് ചെയ്യാം. 12ൽ 6, 2 times, 6ൽ 6, 1 time, 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീറോസ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 12/5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 500 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി ഇതും നോക്കാം നമുക്ക്. ഈ രണ്ട് സീറോസും കട്ട് ചെയ്യാം. 12ൽ 4 3 times, 4ൽ 4 1 time. അപ്പോൾ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ രണ്ട് സീറോസും കട്ട് ചെയ്യാം. 12ൽ 2 6 times, 2ൽ 2 1 time, 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഹോൾ നമ്പർ അല്ലാതെ കിട്ടിയിട്ടുള്ളത് 12/5 ആണ്. അതാണ് നമ്മുടെ ആൻസർ. Which of the following is not a polynomial? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ഏതാണ് പോളിനോമിയൽ അല്ലാത്തത് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. √3x³ - 2x - √3. ഇതൊരു പോളിനോമിയൽ ആണെങ്കിൽ അതിൻ്റെ എല്ലാ വേരിയബിൾസിന്റെ പവറും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. അതിന്റെ രണ്ട് പവേഴ്സ് 3 and 1 രണ്ടും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അതുകൊണ്ട് അതൊരു പോളിനോമിയൽ ആണെന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. x+1/x. ഇത് നമുക്ക് x+(x⁻⁻1) എന്ന് എഴുതാലോ. വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ പവർ നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്. ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ. നമുക്ക് അടുത്തതൊന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. 7x² + 5x - √2. എക്സ് ആണ് വേരിയബിൾ. ആ വേരിയബിളിൻ്റെ എല്ലാം പവർ പോസിറ്റീവ് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു പോളിനോമിയൽ ആണെന്ന് പറയാം. അടുത്തത് നമുക്ക് 5 ആണ് കിട്ടിയിട്ടുള്ളത്. 5ന്റെ കൂടെ നമുക്ക് വേരിയബിൾസ് ഒന്നും കാണുന്നില്ല. അതിന് നമുക്ക് 5 into x⁻0 എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് 5 into 1 equals to 5. So this also a polynomial. Then option B is our correct answer. മനസ്സിലായല്ലോ? വേരിയബിളിന്റെ പവർ നെഗറ്റീവ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്രാക്ഷൻ ആയിട്ടുള്ള എക്സ്പോണൻസ് വരാൻ പാടില്ല. അതുപോലെ തന്നെ റാഡിക്കൽസ് ആയിട്ട് വരാൻ പാടില്ല. റാഡിക്കൽസ് മീൻസ് ഏതെങ്കിലും സ്ക്വയർ റൂട്ട്, ക്യൂബിക് റൂട്ട് അങ്ങനെ ഒന്നായിട്ട് വരാൻ പാടില്ല. പിന്നെ ഒരു നോൺ ഇൻറ്റിജറും ആവാൻ പാടില്ല. വേരിയബിൾസിന്റെ പവേഴ്സ് നെഗറ്റീവ് ആവാൻ പാടില്ല, ഫ്രാക്ഷൻ ആവാൻ പാടില്ല, റാഡിക്കൽസ് ആവാൻ പാടില്ല, നോൺ ഇൻറ്റിജർ ആവാൻ പാടില്ല. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.